തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ മുസ്ലിഹ് മൗഊദ് ദിനം ആചരിച്ചു. ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഉപാധ്യക്ഷൻ പി.എ. മുഹമ്മദ് ഖാസിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇക്കാലഘട്ടത്തിൽ അവതീർണനായ വാഗ്ദത്ത മസ്ഹീം ഇമാം മഹാദിയയുമായി മിർസ ഗുലാം അഹമ്മദ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനായി 1186 ഫെബ്രുവരി 20 സബ്സെ ഇഫ്തിയാഹാർ എന്ന ലഘുലേഖ തനിക്ക് ഒട്ടനവധി ഗുണങ്ങളോടുകൂടിയ ഒരു വാഗ്ദത്തപുത്രൻ 9 വർഷത്തിനുള്ളിൽ ജനിക്കുന്നതാണ് എന്ന ദൈവിക നിർദ്ദേശപ്രകാരം പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് 1889 ജനുവരി 12 ഈ പ്രവചനം ഫലിക്കുകയും പിന്നീട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ രണ്ടാമത്തെ ഖലീഫയായി നിരവധി സേവനങ്ങൾ അദ്ദേഹം ലോകത്ത് കാഴ്ചവെച്ചു. അതിന്റെ ഉദാഹരണങ്ങൾ പ്രസംഗികന്മാരായ ബാസിദ് അഹമ്മദ് വല്ലങ്ങിപ്പാറ, ശിക്ഷണ ഉപസെക്രട്ടറി ടി റിയാസ്, വല്ലങ്ങിപ്പാറ യുവജന സംഘടന അധ്യക്ഷൻ അഹമ്മദ് ഫസദ്, ആസിഫ് സലീം, എം.എ. മഹമ്മൂദ് അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. പ്രസ്തുത പരിപാടിയിൽ വിശുദ്ധ ഖുർആൻ പാരായണവും പദ്യം എന്നിവയും വാഗ്ദത്ത ലോകോദ്ധാരകനെ കുറിച്ചുള്ള ഇമാം മഹാദിയുടെ പ്രവചനവും വായിച്ചു കേൾപ്പിച്ചു. പച്ച നിറത്തിലുള്ള കടലാസിൽ അച്ചടിച്ച ആ ലഘുലേഖ സബ്സെ ഇസ്തിഹാർ എന്ന് അറിയപ്പെട്ടു. ഈ ലഘുലേഖയിൽ തന്നെ ഒരു മഹാനായ ശുദ്ധൻ തനിക്ക് ജനിക്കുമെന്നും അദ്ദേഹത്താൽ ഭാവി ലോകത്ത് ഒട്ടനവധി കാര്യങ്ങൾ നടക്കപ്പെടുമെന്നും പ്രവചിക്കുകയുണ്ടായി. ഈ പ്രവചനമാണ് നേരത്തെ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ദിനം നമ്മൾ ആചരിക്കുന്നു. വെറും ഒരു ആചരണം എന്നതിലപ്പുറം മുസ്ലിം എന്ന പരിഷ്കർത്താവിന്റെ ജീവിതവും പ്രവർത്തികളും ആ മഹാത്മാവിലൂടെ ലോകം കണ്ട പ്രവചന പൂർത്തീകരണം ആഴങ്ങളിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിവസം ജമാഅത്തിന്റെ ഒരു വിശേഷ ദിവസമായി ആചരിക്കുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന 1-2 പോയിന്റുകൾ അത് കഴിഞ്ഞാൽ നമുക്ക് അതായത് സ്വന്തമായിട്ട് മനസ്സിലാവണം. അതായത് നമ്മൾ ജീവിതത്തിൽ നമുക്ക് ജമാഅത്തിന് വേണ്ടി നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ത്യാഗം ചെയ്യുന്നത്. ഇപ്പോൾ സമയം കൊണ്ടായിക്കോട്ടെ, ധനം കൊണ്ടായിക്കോട്ടെ, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ത്യാഗങ്ങൾ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു, നമ്മൾ ഇതിനെ ഞാൻ ഒരു സംസാരത്തിന് ശേഷം നമ്മൾ സ്വയം ചിന്തിക്കണം. ഞാനും നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഏതൊക്കെ രീതിയിൽ നമ്മൾ നമ്മുടെ സമയവും ധനവും ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു. അതുപോലെ നമ്മൾ CCV ന്യൂസ് ചേലക്കര.